ഭഗവാൻ വിഷ്ണു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മന്ത്രോപദേശം സ്വീകരിച്ച പുണ്യഭൂമി. കരിങ്കല്ലിൽ സംഗീതം പൊഴിയുന്ന ശില്പങ്ങളുള്ള ഒരിടം. വൈഷ്ണവർ ദക്ഷിണ വൈകുണ്ഠം എന്ന് വിളിക്കുന്ന തിരുക്കുറുങ്കുടി നമ്പികോവിൽ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറുങ്കുടി എന്നാൽ ചെറിയ വാസസ്ഥലം എന്നാണ് അർത്ഥം. ഭൂമിദേവിയെ രക്ഷിച്ച ശേഷം തന്റെ കൂറ്റൻ വരാഹരൂപം കണ്ട് ദേവി ഭയപ്പെടാതിരിക്കാൻ ഭഗവാൻ തന്റെ രൂപം ഇവിടെ വച്ച് കുറുക്കി അഥവാ ചെറുതാക്കി എന്നാണ് വിശ്വാസം. 108 ദിവ്യദേശങ്ങളിൽ അതീവ വിശിഷ്ടമായ തിരുക്കുറുങ്കുടി അഴകിയ നമ്പിരായർ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു പഞ്ചനമ്പിമാർ എന്ന 5 ദിവ്യഭാവങ്ങളിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിன்றനമ്പി, ഇരുന്തനമ്പി, കിടന്തനമ്പി എന്നീ 3 രൂപങ്ങളും ക്ഷേത്രത്തിനു പുറത്ത് നമ്പിയാർ നദിക്കരയിലെ തിരുപ്പാർക്കടൽ നമ്പിയും പശ്ചിമഘട്ട മലനിരകളിലെ തിരുമലൈ നമ്പിയും ചേർന്നാണ് ഈ അപൂർവമായ പഞ്ചനമ്പി സങ്കല്പം പൂർണ്ണമാകുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഇവിടുത്തെ വൈഷ്ണവ നമ്പി എന്ന പ്രതിഷ്ഠയാണ്. 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ വൈഷ്ണവ ഗുരു ശ്രീ രാമാനുജ ആചാര്യരുടെ അറിവിൽ ആകൃഷ്ടനായി ഭഗവാൻ വിഷ്ണു ഒരു സാധാരണ ശിഷ്യന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വരികയും അദ്ദേഹത്തിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഗുരുവിന് മുന്നിൽ വിനയാന്വിതനായി ഇരിക്കുന്ന ഒരു ശിഷ്യന്റെ ഭാവത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തമിഴ് മണ്ണിലെ ക്ഷേത്രത്തിന് കേരളവുമായി നൂറ്റാണ്ടുകളുടെ ചരിത്രപരമായ ബന്ധമുണ്ട്. പഴയ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട ആരാധനാ കേന്ദ്രമായിരുന്നു ഇത്. ക്ഷേത്ര ചുവരുകളിൽ വേണാട് രാജാക്കന്മാരുടെ വട്ടെഴുത്തു ശാസനങ്ങളും പഴയ ലിപികളും ഇന്നും കാണാം. മാത്രമല്ല ഇവിടുത്തെ തടിയിലും കരിങ്കല്ലിലും തീർത്ത ശില്പങ്ങളിൽ കേരളീയ ശില്പകലയുടെയും കഥകളി രൂപങ്ങളുടെയും വ്യക്തമായ സ്വാധീനമുണ്ട്. ഇവിടുത്തെ കൊടിമരം ഭക്തനായ നമ്പാടുവാന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി സ്വയം വശത്തേക്ക് മാറി എന്നതും ഇവിടുത്തെ മറ്റൊരു ചരിത്ര വിസ്മയമാണ്. നിങ്ങൾ ശില്പകലയെ പ്രണയിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ക്ഷേത്രം തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പാണ്ഡ്യ നായക് രാജാക്കന്മാരുടെ കാലത്ത് ഒറ്റക്കല്ലിൽ തീർത്ത മനുഷ്യന്റെ അത്രയും തന്നെ വലിപ്പമുള്ള ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. തട്ടിയാൽ സപ്തസ്വരങ്ങൾ കേൾക്കുന്ന സംഗീത തൂണുകളും പഴയകാലത്തെ അറബ് കുതിര കച്ചവടത്തിന്റെ ദൃശ്യങ്ങൾ കൊത്തിയ തൂണുകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമി ചരിത്രവും ഭക്തിയും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ്. നാഗർകോവിൽ കളക്കാട് പാതയിൽ തിരുവനന്തപുരത്ത് നിന്നും 120 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം.